സോ ഇവിടെ 1.5 കിലോ മാവ് കുഴച്ച് റെഡിയാക്കി വെച്ചേക്കാണ് പറോട്ട ഉണ്ടാക്കാൻ വേണ്ടി. പക്ഷേ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് പറോട്ട മാത്രമല്ല, കിഴിപ്പറോട്ടയാണ്. ഇലയിൽ പൊതിഞ്ഞ് അത് ആവി കയറ്റി അതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ, ഒരു അലിഞ്ഞിരിക്കുന്ന ഒരു സുഖം, അത് കഴിക്കാൻ നല്ല അടിപൊളിയാണ്. സോ അതാണ് നമ്മളിവിടെ ട്രൈ ചെയ്യുന്നത്. അടിപൊളിയായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. കണ്ടേ, സൂപ്പറായിട്ടുണ്ടേ ഇരിപ്പുണ്ട്. ഇതൊക്കെ വെച്ചേണ്ട ഒരു 100,000 വ്യൂ ഉള്ളവർക്ക് പോലും ഭയങ്കര പാടാണ് കാശുണ്ടാക്കുന്നത്. അത് കുറേ ചെയ്ത് എക്സ്പീരിയൻസ് ആയി. പലരും പരീക്ഷിച്ച് നോക്കിയ ഒരു ഐറ്റമാണ് നമ്മുടെ കിഴിപ്പറോട്ട. നമ്മളും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മുടെ ഒരു ഗോട്ടുകറിയൊക്കെ ഉണ്ടാക്കി എങ്ങനെ വാഴയിലൊക്കെ പൊതിഞ്ഞ് നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നമ്മളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് എങ്ങനെ ഉണ്ടെന്ന്. എങ്ങനെ ആയിത്തീരുമെന്നൊരു പിടുത്തവും ഇല്ല. പറോട്ട ഞാൻ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഇട്ടേക്കാം. സോ ആദ്യത്തെ വീഡിയോ പറോട്ടയായിരുന്നു. സോ നമ്മൾ ഇവനെ ശരിയാക്കിയെടുക്കാം. സൂപ്പർ, വാവ്, ദ ബെസ്റ്റ്. അപ്പോൾ നമ്മുടെ കിഴിപ്പറോട്ടയ്ക്കുള്ള പറോട്ട അവിടെ റെഡിയാക്കി വെച്ചതുകൊണ്ട് നമ്മളിനി അടുത്ത സെക്ഷനിലോട്ട് കിടക്കുകയാണ്. അതിന് വേണ്ട കറി നമ്മൾ ഉണ്ടാക്കുന്നത് ചൂസ് ചെയ്തേക്കുന്ന ഗോട്ട് കറിയാണ്. അപ്പോൾ നമ്മുടെ മമ്മി ഇവിടെ ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ട് നമ്മുടെ കൂടെ നിന്ന്. സോ നമ്മൾ എല്ലാവരും ഒരുമിച്ച് പഠിക്കുകയാണ് എങ്ങനെ ഗോട്ട് കറി ഉണ്ടാക്കാം എന്നുള്ളത് പഠിക്കുകയാണ്. ഒരു 2.5 കിലോ ഗോട്ടുണ്ട്. ഇത് വാഷ് ചെയ്ത് നല്ല ലെമണൊക്കെ വെച്ച്, ലെമണിൻ്റെ തൊലിയൊക്കെ വെച്ച്, ഓറഞ്ചും അതിൻ്റെ തൊലിയും എല്ലാം കൂടെ വെച്ച് മിക്സ് ചെയ്ത് വിനെഗറും വെച്ച് കഴുകി റെഡിയാക്കി കുട്ടപ്പനാക്കി വെച്ചേക്കുന്നതാണ് ഇത്. അപ്പോൾ നമ്മൾ അതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മതി, മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ, ഇതിനകത്ത് 1 സ്പൂണ്, ഓക്കെ 1 സ്പൂൺ ഇട്ടേക്കുന്നു. ഓക്കെ, പിന്നെ അത് ടെർമറിക്കാണ്. ഇതെന്തുവാ, കുരുമുളക്, ബ്ലാക്ക് പേപ്പർ എത്ര, 2 ടീസ്പൂൺ. ഓക്കെ, ഇനി എന്തുവാ, ഉപ്പ് എത്ര ഉപ്പാ, 1 സ്പൂൺ ഉപ്പ്. ഓക്കെ, 1 സ്പൂൺ ഉപ്പും. ഓക്കെ, അതിട്ട് ഇളക്കുക. ഓക്കെ, നല്ലോണം ഇളക്കി. 1 സ്പൂൺ മസാലപ്പൊടി. ഓക്കെ, ഇതിൻ്റെ കൂട്ടത്തിലുള്ള ഇളക്കി മിക്സ് ചെയ്ത് വെക്കാനാണ് അല്ലേ. നമ്മുടെ ഈ അമ്മ ഉണ്ടാക്കുന്ന ഈ അടിപൊളി ഗോട്ട് കറിയാണ്, അടിപൊളിയാണ് കഴിക്കാൻ. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഗോട്ട് കറി ചൂസ് ചെയ്തത് നമ്മുടെ കിഴിപ്പറോട്ടയ്ക്ക് വേണ്ടി ചൂസ് ചെയ്തേക്കുന്നത്. കുഴച്ചു. ഇനി എത്ര നേരം വെക്കണമേ? 1/2 മണിക്കൂർ അടച്ചു വെക്കുക. നമ്മുടെ ഗോട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ചെയ്യാൻ പോകുന്നത് ഉള്ളി വറക്കാൻ പോവുകയാണ്. 2 സ്പൂൺ എണ്ണ ഒഴിക്കുന്നു. മതിയോ? നമ്മുടെ എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ അടുത്തേക്ക് കടുക് ഇടുകയാണ്. 2 ഇനി ഇടണോ? അപ്പോൾ നമ്മൾ കടുക് ഇട്ടു. ഇനി ചെയ്യാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇടുവാണ്. ഓക്കെ, 4 പച്ചമുളക് ഇടുകയാണ്. 4 പച്ചമുളക് ഇട്ടു. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. കറിവേപ്പില എത്ര, കറിവേപ്പില? ഓക്കെ, കറിവേപ്പില ഇട്ടു. ഇതിൻ്റെ പച്ചമണം മാറുമ്പോൾ നമ്മൾ സവാള ഇടുന്നതായിരിക്കും. നമ്മുടെ ഓണിയൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഉള്ളി, അത് പച്ചമണം മാറി ഓക്കെ, ഉപ്പ് ഇട്ടു. സോ നമ്മുടെ സവാള ആണ്ട് അടിപൊളിയായിട്ട് ഒരു ബ്രൗണിഷ് കളർ ആയിട്ടുണ്ട്. അന്നേരം നമ്മൾ അടുത്ത സ്പൈസസ് എല്ലാം ഇടാൻ പോവാണ്. ഓക്കെ, ഇതിൻ്റെ 2 സ്പൂണ് മുളക് പൊടി. ഓക്കെ, ഇനി മല്ലിപ്പൊടി ഇതിൻ്റെ എത്ര? ഓക്കെ, 4 ഇടുമ്പോൾ 2 സ്പൂണാണ്. ഒന്നുകൂടെ. ഓക്കെ, മല്ലിപ്പൊടി. ഇനി എന്തുള്ള ഇടാനുള്ള? ഇത് മഞ്ഞൾ, ചെറുമറിക്ക് മതിയോ? അപ്പോൾ 2 എണ്ണം. ഓക്കെ,
കുരുമുളക് എത്ര വേണം? ഇതുപോലെ മതിയോ? ഓക്കെ. അതോടൊപ്പം തന്നെ അടുത്തേ നമ്മളിതേ പഠിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. മസാല, ഗരം മസാല എത്ര ഉണ്ട്? 1 സ്പൂൺ ഗരം മസാല. ഓക്കെ, 1 സ്പൂൺ ഗരം മസാല. ഇച്ചിരി ഇടട്ടെ കേട്ടോ, ഒന്നുകൂടെ ഇടട്ടെ. ഓക്കെ, 1 സ്പൂൺ മതി. ഓക്കെ, ഇനി ഇളക്കിയാ കേട്ടോ, നല്ലോണം ഇളക്കുക. നമ്മൾ മമ്മി പറയുകയാണ് എന്ത് ചെയ്യണമെന്ന്, നമ്മളതങ്ങ് അനുസരിക്കുക. കറി അടിപൊളിയായിട്ട് വരുമെന്നാണ് പറയുന്നത്. സോ നമ്മൾ ഈ ചേരുവകളെല്ലാം ഇടുമ്പോൾ ഇത് കറക്റ്റായിട്ട് വരും എന്ന് വിശ്വസിക്കുന്നു. വിശ്വസിക്കുകയല്ല, വിശ്വാസമാണ്. കാരണം നമ്മൾ സ്ഥിരം കഴിക്കുന്നതാണ് ഈ സംഭവം. സോ അതുകൊണ്ട് അടിപൊളിയായിരിക്കും. ഇതായോ? ഇത് ഓക്കെ. ഓക്കെ, നമ്മൾ തക്കാളി. ഓക്കെ, ഇത് എത്ര തക്കാളി ഉണ്ടായിരുന്നു? 2 തക്കാളി. ഓക്കെ, 2 തക്കാളിയും കൂടെ അങ്ങ് ഇടുക. ആഹാ, ഇനി എത്ര നേരം ഇത് വഴറ്റണം? അടച്ചു വെക്കണോ? അടച്ചു വെക്കണം. ഓക്കെ, എത്രയാ? ഇത് നമ്മൾ ഇളക്കി, കുറച്ച് സാധനങ്ങളുണ്ട്, ഇളക്കി നല്ലോണം സവാള ചേരുവകളെല്ലാം അടിപൊളിയായിട്ടുണ്ട്. സോ നമ്മളത് മാറ്റി വെക്കുകയാണ്. ഇനി നമ്മുടെ ഇറച്ചി വേവിക്കാൻ പോവുകയാണ്. ഓക്കെ, നമ്മൾ മുമ്പേ പരത്തി വെച്ചിരുന്ന ഗോട്ട് അരമണിക്കൂർ കഴിഞ്ഞു. അതിൻ്റെ നല്ലോണം പരളമുള്ള എല്ലായിടത്തും ആയിട്ടുണ്ട്. സോ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇതൊന്ന് കുക്ക് ചെയ്യുകയാണ്, വേവിച്ചെടുക്കുകയാണ്. സോ അത് വേവിച്ചെടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുക്കറൊന്നുമില്ല, അടപ്പേ വെച്ച് മൺചട്ടിക്കകത്ത് തന്നെ കുക്ക് ചെയ്ത് നാടൻ സ്റ്റൈലിൽ ചെയ്യുകയാണ്. കുക്കറില്ലെങ്കിലും ഇത് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. സോ ഇത് വേവുന്നത് വരെ നമ്മൾ ഇതിനകത്ത് വെച്ച് വേവിക്കും. ഗോട്ട് ഇവിടെ വേവിക്കാൻ വെച്ചു. അത് ഓൾമോസ്റ്റ് 2 മണിക്കൂർ എടുത്തു നല്ലോണം ഇത്രയാവാൻ. നിങ്ങൾക്ക് ഞാൻ അന്നേരം പറഞ്ഞാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുക്കറി വെക്കാം. കുക്കറി വെച്ച് വേവിച്ച് പെട്ടെന്ന് എടുക്കാം. പക്ഷേ ഞങ്ങളത് ചെയ്തില്ല. കാരണം കറക്റ്റായിട്ട് വരും. പക്ഷേ ഞങ്ങളത് ചെയ്തില്ല. നമ്മൾ നാടൻ സ്റ്റൈലിൽ തന്നെ കുക്കറൊന്നും ഇല്ലാതെ തന്നെ ചെയ്തതാണ്. ഇനി ഉള്ളി ഒഴിക്കുകയാണ്. ഇളക്കി ഇതിൻ്റെ ചേരുവകളെല്ലാം അങ്ങോട്ട് ചേർത്ത് മല്ലിയില ഇട്ട് കൊടുക്കുക. മല്ലിയില വരുമ്പോൾ ഉണ്ടല്ലോ നല്ല മണമായിരിക്കും. അത് ഓൾമോസ്റ്റ് ഒരു 2 hours ഞങ്ങൾ വേവിച്ചു. ഒരു 2 മണിക്കൂർ നല്ലോണം വേവിച്ചു. ഇത് കുക്കറി വെക്കേണ്ടവർക്ക് കുക്കറി വെക്കാം. 20 മിനിറ്റ് എടുക്കത്തുള്ളൂ. ശരിക്കും നമുക്ക് അടച്ചു വെക്കാം. 10-20 മിനിറ്റ് കൂടെ അടച്ചു വെക്കാം. ഓക്കെ, ഓൾറൈറ്റ്. അമ്മച്ചിയും മോളും ഇവിടെ ഇരിപ്പുണ്ട്. അവർ മീറ്റ് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നമ്മുടെ ഗോട്ട് കറി റെഡി ആയിട്ടുണ്ട്. സോ ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ഗോട്ട് കറി. അങ്ങോട്ട് മാറ്റി വെച്ച്. സോ ഇതിനകത്ത് കൊണ്ടുപോയിട്ട് നമുക്ക് പരിപാടിയുണ്ട്. ഇത് നമ്മൾ പറോട്ടയ്ക്കകത്ത് അവിടെ ആയിട്ടുണ്ട്, പറോട്ട ആയിട്ടുണ്ട്. ഇനി നമ്മൾ പറോട്ടയ്ക്കകത്താക്കി വാഴയിൽ പൊതിഞ്ഞ് കിഴിയാക്കി എടുക്കണം. സോ അതാണ് പരിപാടി. മല്ലിയില ഇത്രയൊക്കെ. ഓക്കെ, ഗാർണിഷിനകത്ത് മല്ലിയില. ഓൾറൈറ്റ്, ഗുഡ്. ഓക്കെ, ഇനി ഇതകത്ത് കൊണ്ടുപോയി റെസ്റ്റ് ചെയ്ത് നമുക്ക് പരിപാടി ചെയ്യാം. നമ്മളിനി കിഴിപ്പരിപാടിയിലേക്ക് പോവുകയാണ്. സോ നമ്മൾ പൊറോട്ട ഉണ്ടാക്കി, ഗോട്ട് കറി ഉണ്ടാക്കി. ഇനിയിപ്പോൾ നമ്മൾ കിഴി ചെയ്യാൻ പോവുകയാണ്. വാഴയിലേക്ക് ഒപ്പിച്ചിട്ടുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക്. ഇതിനകത്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് പൊറോട്ട വെച്ച് ചെയ്യാം. സോ നമ്മുടെ ഗോട്ട് കറി ഇതാണ്ട് അടിപൊളിയായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. ആണ്ടേ, സൂപ്പറായിട്ടുണ്ടേ ഇരിപ്പുണ്ട്. ഇതൊക്കെ വെച്ചാണ്ടാ അടിപൊളി. സോ നമ്മളത് എടുക്കാം. സോ കിഴിക്ക് വേണ്ടി പൊറോട്ട ഒരെണ്ണം അവിടെ വെക്കാം, മേളി ഒരെണ്ണം കൂടെ വെക്കാം. സ്പെഷ്യലി ചിലപ്പോൾ അടിയിൽ കരിഞ്ഞു പോയാലും കുഴപ്പമില്ല. സോ നമ്മൾ
കോട്ടേറി എടുക്കുന്നു. വേദന വെക്കാം. അതിനുശേഷം നമുക്ക് എന്നിട്ട് ഒരു പറോട്ടയും കൂടെ വെച്ചിട്ട് നമ്മൾ കറി ഇച്ചിരി കൂടെ ഇടുന്നു. ആഹാ, ഇച്ചിരി ചാറൂടെ ഒഴിച്ച് നമുക്ക് ശകലം ഓണിയൻസ് അങ്ങോട്ടിട്ട് ഓക്കെ, ശകലം മല്ലിയിലയും റൈറ്റ്. എന്നിട്ട് മേളി ഒരു പറോട്ടയും കൂടെ വെച്ച് ഇവനെ നമ്മൾ ക്ലോസ് ചെയ്യുകയാണ്. ഇങ്ങനെ അങ്ങോട്ട് വെച്ച് ഇവനെ നമുക്ക് ഒന്ന് കെട്ടാം. കെട്ടി ഇവനെ ഇങ്ങോട്ട് ഓക്കെ, അടിപൊളി കെട്ട്. ഒരെണ്ണം അങ്ങോട്ട് വെക്കുക. കുറച്ച് നമുക്ക് ഒന്നുകൂടെ ലൈക്ക് പുഡിങ് a bit char on the top. നമ്മളെ എണ്ണ ഒഴിച്ച് ഫ്ലാറ്റ് ടോപ്പിൻ്റെ മുകളിലാണ് നമ്മൾ ഇന്ന് കിഴി ചെയ്തെടുക്കുന്നത്. കുറച്ച് എണ്ണ കൂടെ ഒഴിച്ച്. അപ്പോൾ നമ്മുടെ കിഴി പൊറോട്ട കണ്ട് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അതങ്ങോട്ട് വെക്കുകയാണ്. എണ്ണ ഇച്ചിരി അങ്ങോട്ട് ചൂടാകുമ്പോൾ നമ്മൾ അതങ്ങോട്ട് എടുത്തിട്ട് അടുത്ത കിഴി നമ്മുടെ അടുത്ത കിഴി അങ്ങോട്ട് എടുത്ത് വെച്ച് അങ്ങോട്ടിരിക്കും. നമ്മുടെ ഇച്ചിരി ശകലം നമ്മുടെ സാധനം അവിടെ ചൂടാവാനുണ്ട്. നമ്മുടെ ഇച്ചിരി കൂടെ ഇറച്ചി ബാക്കിയുണ്ട് നമ്മൾ മീറ്റ്. ഇവനെ നമ്മൾ ഗ്രില്ല് ചെയ്ത് എടുക്കുകയാണ്. ഇതിൻ്റെ അടിയിൽ എന്തോ സംഭവിക്കുന്നത് നമുക്ക് അറിയാക്കത്തില്ല. ആവി എന്തായാലും വരും. പക്ഷേ എൻ്റെ അടിയിൽ 2 പൊറോട്ട വെക്കുന്നതിൻ്റെ കാരണം അടിയിൽ ചിലപ്പോൾ മുരിഞ്ഞിരിക്കും. അതുകൊണ്ടായിരിക്കാം 2 എണ്ണം വെക്കുന്നത്. നമ്മളിത് ട്രൈ ആണ്. ഹോപ്പ്ഫുള്ളി അടിപൊളിയായിട്ട് വരും. ഇതിൻ്റെ അകത്ത് ആവി കയറി ആ പൊറോട്ടയും ഇറച്ചിയുടെ ചാറും എല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോഴാണ് ആ പൊറോട്ട എടുക്കുമ്പോഴുള്ള ഒരു സുഖം. അതാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ. വെയിറ്റ് ആൻഡ് സീ. ഇതിനകത്ത് ഇവിടെ ഇത് കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ വലിയ ചീഞ്ചട്ടിയൊക്കെ വെച്ചിട്ട് അതിനകത്ത് എണ്ണയൊക്കെ ഒഴിച്ചിട്ടാണ് ചെയ്യുന്നത് എല്ലാവരും. ഇതിനകത്ത് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ്. എങ്ങും അങ്ങനെ കണ്ടിട്ടില്ല. ലെറ്റ്സ് സീ, വെയിറ്റ് ആൻഡ് സീ. എണ്ണയൊക്കെ താളിച്ച് കൊടുക്കാം. ചിലപ്പം ഇത് വേറെ ലെവലിലങ്ങനെ വന്നു പോയാലോ നമുക്കറിയാവത്തില്ല. നമുക്ക് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. അതിൻ്റെ മണമൊക്കെ വരുന്നുണ്ട് ഇവിടുന്ന് കണ്ടൊക്കെ, പൊറോട്ടയുടെയും ഇറച്ചിയുടെയൊക്കെ. നമ്മുടെ കിഴിപ്പൊറോട്ട ഒരു 10-25 മിനിറ്റ് വെച്ചു. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് റെഡിയായി. നമ്മളെ അടിയിലൊക്കെ നോക്കട്ടെ വേണ്ട ഓൾമോസ്റ്റ് ഡാർക്കിഷായി. നമ്മൾ എടുക്കുകയാണ്. നീ നമ്മുടെ കിഴിപ്പൊറോട്ട ഇവിടെ കൊണ്ടുവെക്കുകയാണ്. ഗായ്സ് റെഡി? ഗായ്സ് റെഡി? ഓൾറൈറ്റ്. ഓക്കെ, നമുക്കിത് ഓപ്പൺ ആക്കാം. ഓപ്പണാക്കി നോക്കാം ഈ സംഭവം വിജയിച്ചോ ഇല്ലയോ നോക്കട്ടെ. Man, look at this. Come on guys. Let me see this. അവരെല്ലാം പറഞ്ഞത് എന്തുവാ സംഭവം നോക്കാം നമുക്ക്. എന്തുവാ ഇതിൻ്റെ ഒരു കുട്ടൻസ്. വാവ്. ഇത് കണ്ടോ യോഹാന, ഇങ്ങോട്ട് കാണിച്ചാ ഉണ്ട്. Come on guys. Oh, it's not hard. Not that hard. No, Jacob. Nobody.
എന്നാ ജോസഫ്. മതി മതി. ജോഹാന കാണില്ല, വാണി കഴിച്ചോ. ആ ചേക്കപ്പ്. എന്നാ that's good? Yummy? Man, this is good guys. This is really good. സത്യം പറയാമല്ലോ, ഇത് നമ്മൾ പ്രതീക്ഷിച്ചതൊക്കെയാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ പണ്ടൊക്കെ ഉള്ളപ്പം നമ്മൾ കടയിൽ നിന്ന് വാഴയിലക്കകത്ത് പറോട്ടയും ചിക്കൻ കറിയോ അല്ലെങ്കിൽ ബീഫ് കറിയോ ഒക്കെ കിട്ടും. അപ്പോൾ അതിൻ്റെ കൂട്ട് ഇങ്ങനെ വീട്ടിൽ വരുമ്പോഴത്തേക്കാണ്ട് ഇതേപോലെ അരിഞ്ഞിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു നൊസ്റ്റാൾജിയ ഫീലിങ്സ്. അതിനാണ് നമ്മൾ കിഴി ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ചാറ് കൂട്ടി കഴിക്കാം. ഇത് കണ്ട മാംസം കേട്ടോ. വാ, അടിപൊളി ഗോട്ട് കറി, പറയാതിരിക്കാൻ ഒക്കത്തില്ല. നമുക്ക് കുറച്ച് ലെഫ്റ്റ് ഓവർ ഉണ്ട് ഇവിടെ. അത് നമുക്ക് പൊറോട്ട എങ്ങനെ ഉണ്ട് ടേസ്റ്റ് നോക്കാം. ശരി, കഴിച്ച് അതുകൊണ്ട് എല്ലിരിക്കും. അടിപൊളി. Yummy? Yeah. Like it? Yeah. Wow. അടിപൊളിയാ. സോ ഗായ്സ്, നമ്മൾ കണ്ടല്ലോ, പ്രോസസ്സ് വെറും ഈസിയാണ്. ഈ പ്രോസസ്സ് ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും എപ്പം വേണമെങ്കിലും ഉണ്ടാക്കാം. സോ നമ്മൾ രാവിലെ പൊറോട്ട ഉണ്ടാക്കി, അതിനുശേഷം കൂട്ടുകറി ഉണ്ടാക്കി, കിഴി ഉണ്ടാക്കി. സോ ടേസ്റ്റ് സോ ഗുഡ്. യുനോ, ഒരു പീസ് കൂടെ. ഇറ്റ്സ് റിയലി ഗുഡ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആ കോർണറിലുള്ള ആ ബെല്ലൂടെ ഞെക്കി കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് റൈറ്റ് അവേ കിട്ടും. ഇവിടെ നമ്മുടെ ഫുഡിൻ്റെ കാര്യങ്ങളെല്ലാം എൻഡ് ചെയ്യുകയാണ്. ടിൽ നെക്സ്റ്റ് ടൈം ഗായ്സ്, ബൈ. സീ യു. അവർ ഭയങ്കര ബിസിയാണ്, കഴിക്കാനായിട്ട് ഭയങ്കര ബിസി ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ടൈം ബൈ. റൈറ്റ് ഹിയർ Parotta, right here for you, baby. Right here, man. Here. See ya. Like ഒക്കെ ചെയ്യേണ്ടത് നിങ്ങളാണ്. So anyway, continue to support. Till next time, take care and bye bye.